ഹലോ ഹായ് വണക്കം മകളെ വണക്കം. അങ്ങനെ ഇന്ന് തുടരും എന്ന സിനിമയാണ് കണ്ടത്. ഇത് ഒരു സിമ്പിൾ ഫാമിലി മൂവിയാണെന്ന് നമ്മുടെ തരുൺ മൂർത്തി കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് ഇതിനുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ സിനിമ കണ്ടു. ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സംവിധാനം തരുൺ മൂർത്തി, പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ മോഹൻലാൽ, ഒപ്പം ശോഭന, ഇർഷാദ്, മണിയൻ പിള്ള, രാജു, ബിനു, പപ്പു, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുള്ളൊരു സിനിമയാണ്. ഇനി സിനിമയുടെ ഒരു ത്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ ഫാമിലി ഓഡിയൻസിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു ഫാമിലി സിനിമ എന്ന് പറഞ്ഞാൽ മാത്രം മതി. കാരണം ആ മനുഷ്യൻ അത്രത്തോളം വലിയ ഒരു ഓഡിയൻസിനെ ഈ ഫാമിലി ലെവലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനപ്പുറമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഫാമിലി ഓഡിയൻസിനിടയിൽ അദ്ദേഹത്തിന് അത്രത്തോളം സ്വീകാര്യതയുണ്ട്. കാരണം മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന, അയാളുടെ കുസൃതികളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഈ ട്രെയിലറിലും പിന്നെ ഇതിലൊക്കെ ഒരുപാട് സീക്വൻസുകളിൽ കണ്ടപ്പോൾ പല ആൾക്കാരും പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര രസമായിരിക്കുമല്ലോ, ലാലേട്ടനെ ആ ഒരു പഴയ ഫീലിൽ കാണാൻ പറ്റി. ശരിയാടാ മക്കളെ, ശരിയാണ്. ആ പഴയ ലാലേട്ടനെ ആ എനർജിയിൽ, ആ ലെവലിൽ വീണ്ടും കാണാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. കാരണം മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ്റെ ഒരു ഫാമിലി, ഒരു മാൻ എന്നുള്ള രീതിയിൽ ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ആ ഫാമിലിക്കകത്ത് അയാളെന്താണ്, ആ വീട്ടുകാർക്ക് അയാളെന്താണ്, ആ നാട്ടുകാർക്ക് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലൂടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മോഹൻലാലിനെ കാണിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നൊരു സ്റ്റൈലാണ്. അങ്ങനെ കഥയുടെ ഒരു 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 പ്രത്യേക ഏരിയ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടീസറിലും ട്രെയിലറിലും ഒക്കെ കണ്ട കുറേ സംഭവങ്ങൾ കയറി വരും. പിന്നീട് അങ്ങോട്ട് കഥയുടെ ഒരു രീതി മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് പടം എന്ന് പറയുന്നത് നിങ്ങൾ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു 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 ഫീലുണ്ടല്ലോ, ആ സാധനം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ച് ഈ സിനിമയുടെ ഒരു ഗതിയുടെ ഒരു മാറ്റമുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഒരു 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 എന്താ പറയുക, നമ്മൾ ഓഡിയൻസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലോട്ട് കഥയുടെ ഒരു ഒരു ഗെറ്റപ്പിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ആ ഒരു റേഞ്ച് കയറുന്ന കയറ്റമുണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് ആ എൻഡ് ക്രെഡിറ്റ്സും വീണിട്ട് ഒരു ബ്ലാക്ക് സ്ക്രീൻ വീഴുന്നത് വരേക്കും ഇങ്ങനെ കാത്തി നിൽക്കും. ആ ലെവലിലാണ്. ഒരു ഫാമിലി മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി മൂവിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സിനിമയിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ആക്ഷനാണോ, ത്രില്ലറാണോ, എന്തൊക്കെയാണെന്നുള്ളത് ഈ പടം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കിളി പാറും. ആ രീതിക്കാണ് തരുൺ മൂർത്തി മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ സിനിമകളിലെ ട്രോളുകളെ വെച്ചിട്ട് മോഹൻലാലിനെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ട്രോൾ ചെയ്യിപ്പിക്കുന്ന കുറേ ഫാമിലി മൊമെൻറ്റ്സ്, അത് ഭയങ്കര രസമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മോനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യൻ, മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടി, ഇവരൊക്കെ ഭയങ്കര നൈസായിട്ടുള്ള പെർഫോമൻസാണ്. അതുപോലെ തന്നെ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ ഭയങ്കര രസമാണ്, സിമ്പിളാണ്, ഭയങ്കര എന്താ പറയുക, ഒരു രസകരമായിട്ടുള്ളൊരു കോമ്പിനേഷനിലൂടെയാണ് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ബിനു പപ്പുവിൻ്റെ കൂടെ എത്തുന്ന ജോർജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട്. അങ്ങേരുടെ പെർഫോമൻസ് എൻ്റെ മോനെ വേറെ ലെവലാണ്. വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്നൊരു സാധനം എന്ന് പറയുന്നൊരു സംഭവമില്ലേ, ആ രീതിക്ക് കട്ടയ്ക്ക് നിൽക്കുന്നൊരു മനുഷ്യൻ. അങ്ങനെ കിടിലം പെർഫോമറാണ്. അങ്ങനെ ഇനിയും സ്ക്രീനിൽ കാണണം. കാരണം ഗംഭീര പെർഫോമിംഗ് ആണ് ഈ സിനിമകളെ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ഷാജികുമാർ ഗംഭീര വിഷ്വൽസാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ വിഷ്ണു ഗോവിന്ദർ, വിഷ്ണു വിനയ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ലെവല് സാധനങ്ങളാണ്. വേറെ ലെവല് സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ഏരിയയിൽ കൊണ്ടുവന്നിട്ട് ഒരു പാട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്യും. ആ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഞാൻ വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെ മുമ്പിൽ റിവ്യൂ പറയുന്നതാണ്, ഒരിക്കലും ബയാസ്ഡായിട്ട് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു സാധനത്തിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനെ കൊണ്ടങ്ങോട്ട് വെക്കുമ്പോൾ തരിക്കുന്ന തരിപ്പുണ്ടല്ലോ, അയാളെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ഫാനിസം ഒന്നും ഇല്ലാതെ അയാളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തരിപ്പ് തീരില്ല. അമ്മാതിരി രീതിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കഥയുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലോ വേറെ ലെവലിലാണ് സിനിമ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ പ്രകടനവും അസാധ്യ സ്ക്രീൻ പ്രസൻസും കൊണ്ട് മോഹൻലാൽ നിറഞ്ഞാടുന്നൊരു സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള, ബ്രൂട്ടലായിട്ടുള്ള അങ്ങനെ ഒരു മോഹൻലാലിനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ നിങ്ങളങ്ങനെ കാണണം. കാരണം മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ അയാൾ തുടരുകയാണ്, തുടർന്നുകൊണ്ടേയിരിക്കും, തുടരും. അതാണ് മോഹൻലാൽ.
അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനോട് തരുൺമൂർത്തി എന്ന് പറയുന്നൊരു സംവിധായകൻ ആത്മാർത്ഥത കാണിച്ചതെന്ന് ഞാൻ പറയും. കാരണം അത്രയും ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏതൊക്കെ തരത്തിൽ അയാളെ കാണണോ ആ രീതിയിലെല്ലാം ആ സ്ക്രീനിൽ അയാളെ കൊണ്ടുവന്ന് നിർത്തും. അവിടെ അടിക്കുന്ന നമ്മളെ കൈയടിക്കുണ്ടല്ലോ, ഒരു നിർത്തില്ലാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കരയണോ അതാകത്ത് ഞാനിങ്ങനെ ത്രില്ലടിച്ചിരിക്കണോ എന്താണ് വേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. കാരണം അത്രയും പെർഫെക്റ്റായിട്ടൊരു മോഹൻലാലിനെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ എമ്പുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെയൊക്കെ മിസ്സായൊരു മോഹൻലാലുണ്ട്. എവിടെയാണ് സ്റ്റീഫൻ നെടുമ്പുള്ളി മുണ്ട് മടക്കി കുത്തിയപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മോഹൻലാലില്ലേ, അതുപോലത്തെ ഒരു മോഹൻലാലിനെ ഇവിടെ വീണ്ടും എനിക്ക് കാണാൻ പറ്റി. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും പെർഫോമൻസുകളാണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും ടോട്ടലി ഗംഭീര ഒരു വർക്കാണ് തരുൺമൂർത്തി ഇത്തവണ ചെയ്തു വെച്ചിരിക്കുന്നത്. സൗദി വെള്ളക്കയുടെയോ അല്ലെങ്കിൽ മറ്റൊരു മൂവിയുടെയോ മൂഡ് പിടിച്ചിട്ടല്ല പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിലേക്ക് കഥ കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നൊരു രീതിയിൽ എൻ്റെ മോനെ ഗൂസ് ബംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഗൂസ് ബംസ് ഒന്നുമല്ല, അടിച്ച് മിന്നി കയറി വരുന്നൊരു പരിവാണ്. സോ ഞാനിത് നിങ്ങളുടെ തോന്നുന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്റർ കേട്ടോ. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ ഫിസിക്ക് ഇങ്ങനെ ഈ ഏജാന്നൊക്കെ പറച്ചിലേ ഉള്ളൂ കേട്ടാ, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കാരണം അമ്മാതിരി ഐറ്റം അല്ലേ ഇങ്ങനെ അതിനകത്ത് കാഴ്ച വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സ്റ്റേഷൻ ഫൈറ്റ് സാധനമുണ്ട്, അത് കൊണ്ടുവന്ന് വെക്കുന്ന ലെവലുണ്ടല്ലോ, ഒരു ഹൈ സാധനമാണ്. ഒരു സിനിമയുടെ പീക്ക്നെസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് കയറുക, അവിടെ ഇരുന്നിട്ട് ഈ പീക്ക്നെസ്സിനെ ഒന്ന് മനസ്സിലാക്കുക. അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ മൂവിയുടെ റേഞ്ച് ഏത് ലെവലിലേക്ക് കയറുന്നുണ്ടെന്ന്. മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ്റെ സ്ക്രീൻ പ്രസൻസിനെ ഓഡിയൻസ് ഏത് തരത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. സോ കൂടുതലൊന്നും പറയാനില്ല. തരുൺമൂർത്തി പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത്, അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനെ ഏതൊക്കെ തരത്തിൽ പ്ലേസ് ചെയ്താൽ പ്രസൻറ്റ് ചെയ്താൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്നുള്ളതൊക്കെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ആ തരത്തിലേക്ക് നമ്മൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതെല്ലാം ഈ സിനിമയിലുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്ഡായിട്ടുള്ള ഒരു ഫാമിലി ത്രില്ലർ മൂവിയാണ് തുടരും. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഞാൻ ഈ സിനിമയ്ക്ക് എന്തായാലും മാക്സിമം ഇന്ന് തന്നെ ഒരു തവണയും കൂടെ കാണാൻ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഈ സിനിമ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ കണ്ടിരിക്കും. കാരണം എനിക്ക് അത്രയും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ കൂടുതലൊന്നും പറയില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഈ സിനിമയിൽ എനിക്ക് പറയാനായിട്ട് ഇനി നിങ്ങളോട് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്നും നോക്കാതെ ധൈര്യമായിട്ടൊരു മോഹൻലാലിൻ്റെ ഫാമിലി മൂവി കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകുന്നത് നിങ്ങൾ വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദൃശ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൃശ്യമൊന്നും പ്രതീക്ഷിക്കാതെ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് പോയിക്കോ. നിങ്ങൾ ഞെട്ടുന്ന ഐറ്റങ്ങളായിരിക്കും തിയേറ്ററിൽ കിട്ടുന്നത്. ആ ഒരു ഫീലോടുകൂടി നിങ്ങൾ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞിട്ടല്ലോ നിങ്ങൾ കൈയടിച്ച് ഇറങ്ങി പോകുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഈ ഷോർട്ട് മൂവി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5 ആണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരം. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും